ഹായ് ഫ്രണ്ട്സ്, മുതൽ മുടക്കാൻ 1000 രൂപയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ഗ്രാസ് ഹോപ്പർ കോയിനിന്റെ ബിഡിംഗിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഡിജിറ്റൽ അസറ്റുകൾ സ്വന്തമാക്കാം. എന്താണ് ബിഡിംഗ്? എങ്ങനെ ബിഡിംഗിൽ പങ്കെടുക്കാം? ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം എന്നാണ് അർത്ഥം. ബിഡിംഗിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ലേലത്തിൽ പങ്കെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിഡിംഗിൽ പങ്കെടുത്താൽ മാത്രമേ ഏതൊരാൾക്കും ഷെയർ ബിറ്റുകൾ ലഭിക്കുകയുള്ളൂ. ഗ്രാസ് ഹോപ്പർ എന്ന ഈ ഡിജിറ്റൽ ഷെയർ ഒരിക്കലും ക്യാഷ് കൊടുത്ത് കമ്പനിയിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാൻ സാധിക്കുകയില്ല. പകരം ബിഡിംഗിൽ അഥവാ ലേലത്തിൽ പങ്കെടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ബിഡ് പോയിന്റ് കൈവശമുള്ളവർക്ക് മാത്രമേ ബിഡിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കമ്പനിയുടെ വെബ്സൈറ്റിലുള്ള ബിഡ് നൗ എന്ന ബട്ടൺ ടച്ച് ചെയ്താൽ ബിഡിംഗ് റൂമിലെത്താം. ബിഡിംഗ് റൂമിൽ ഒരു ഗ്രാസ് ഹോപ്പർ കോയിനും അതിന്റെ ഇന്നത്തെ റേറ്റും ഒപ്പം ഇന്ന് ബിഡിംഗിൽ പങ്കെടുക്കാനുള്ള ബിഡ് ഫീയും കാണാവുന്നതാണ്. ബിഡ് വാല്യൂ ബോക്സിൽ ഇന്നത്തെ ഗ്രാസ് ഹോപ്പർ കോയിൻ റേറ്റിനു താഴെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വാല്യൂ എൻ്റർ ചെയ്യാവുന്നതാണ്. ബിഡ് വാല്യൂ ബോക്സിന് മുകളിൽ 1 രൂപ മുതൽ എത്ര വരെ ബിഡ് വാല്യൂ എൻ്റർ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തരുന്ന ബിഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബിഡ് റേഞ്ചിന് ഉള്ളിൽ, അതായത് ഇന്നത്തെ കോയിൻ റേറ്റിനു താഴെ മാത്രമേ ബിഡ് വാല്യൂ എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും ഇന്നത്തെ കോയിൻ വിലയ്ക്ക് മുകളിൽ ബിഡ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ കൈവശമുള്ള ബിഡ് പോയിന്റിനനുസരിച്ച് ഒരു ബിഡിംഗിൽ തന്നെ ഒന്നിൽ കൂടുതൽ വാല്യൂകൾ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓരോ ബിഡ് നടക്കുമ്പോഴും റിമൈനിങ് ബിഡ്സ് എന്ന ഭാഗത്ത് ബിഡ് കൗണ്ട് കുറഞ്ഞു വരുന്നതാണ്. റിമൈനിങ് ബിഡ്സ് 0 ആകുമ്പോൾ ഒരു ബിഡ് അവസാനിക്കുന്നതാണ്. ബിഡിംഗിൽ 2 തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് ഉണ്ടാകുക. ഒന്ന് യുണീക്ക്, മറ്റൊന്ന് നോട്ട് യുണീക്ക്. ഒരാൾക്ക് മാത്രം അവകാശപ്പെടുന്നതിനെയാണ് യുണീക്ക് എന്ന് പറയുക. അതായത് നിങ്ങൾ ബിഡ് ചെയ്ത വിലയിൽ നിങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ അതിനെ യുണീക്ക് വാല്യൂ എന്ന് പറയുന്നു. മറിച്ച് നിങ്ങൾ ബിഡ് ചെയ്ത വിലയിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനെ നോട്ട് യുണീക്ക് വാല്യൂ എന്നും പറയുന്നു. അതായത് ഒരേ വില ഒന്നിൽ കൂടുതൽ ആളുകൾ ബിഡ് ചെയ്താൽ അതിന്റെ സ്റ്റാറ്റസ് നോട്ട് യുണീക്ക് ആകുന്നു. 100 ബിഡ്സ് ചേർന്നതാണ് ഒരു യൂണിറ്റ് ഷെയർ. ഇത്തരത്തിൽ ആകെ 1,00,000 യൂണിറ്റ് ഷെയറുകളാണ് കമ്പനിയിലുള്ളത്. ഒരു ബിഡ് അവസാനിക്കുമ്പോൾ 100 ബിഡ്സ് അഥവാ ഒരു യൂണിറ്റ് ഷെയർ ആണ് റിലീസ് ആകുക. ബിഡിംഗിൽ പങ്കെടുക്കുന്നവർക്ക് അവർ ബിഡ് ചെയ്ത വാല്യൂകളുടെ സ്റ്റാറ്റസ് നോക്കി ഈ 100 ബിഡ്സുകളാണ് കമ്പനി വീതിച്ചു നൽകുക. ഒരു ബിഡ് അവസാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വന്ന മൊത്തം ബിഡ് വാല്യൂകളിൽ നിന്നും യുണീക്ക് വാല്യൂകളും നോട്ട് യുണീക്ക് വാല്യൂകളും വേർതിരിക്കുന്നു. ശേഷം യുണീക്ക് വാല്യൂകളിൽ ഏറ്റവും കൂടിയ വാല്യൂ ആരാണോ ക്വാട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കി അദ്ദേഹത്തിന് 10 ഷെയർ ബിഡ്സ് നൽകുന്നു. രണ്ടാമത്തെ യുണീക്ക് വാല്യൂവിന് 5 ഷെയർ ബിഡ്സ് നൽകുന്നു. മൂന്നാമത്തെ യുണീക്ക് വാല്യൂവിന് 3 ഷെയർ ബിഡ്സ് നൽകുന്നു. നാലാമത്തെ യുണീക്ക് വാല്യൂവിന് 2 ഷെയർ ബിഡ്സ് നൽകുന്നു. ഇത്തരത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നീ 4 യുണീക്ക് വാല്യൂകൾക്ക് 100 ബിഡ്സിൽ നിന്നും 20 ഷെയർ ബിഡ്സ് വീതിക്കുന്നു. 100 ബിഡ്സിൽ അവശേഷിക്കുന്ന 80 ബിഡ്സിൽ നിന്നും 50 ഷെയർ ബിഡ്സ് യൂണീക്ക് വാല്യൂകളിൽ 5ാമത്തെ വാല്യൂ മുതൽ ബാക്കി വരുന്ന യൂണീക്ക് വാല്യൂകൾക്ക് തുല്യമായി വീതിച്ചു നൽകുന്നു. ഇതനുസരിച്ച് യൂണീക്ക് വാല്യൂകൾക്കെല്ലാം അവരുടെ യൂണീക്ക് സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഷെയർ ബിറ്റുകൾ ലഭിക്കുന്നു. 100 ബിറ്റ്സിൽ അവശേഷിക്കുന്ന 30 ഷെയർ ബിറ്റ്സ് എത്ര നോട്ട് യുണീക്ക് വാല്യൂകൾ ഉണ്ടോ അവർക്കെല്ലാവർക്കും കൂടി തുല്യമായി വീതിച്ചു നൽകുന്നു. ഇത്തരത്തിൽ ബിഡിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവർ കൊടുത്ത ബിഡ് വാല്യൂകളുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഷെയർ ബിറ്റുകൾ ലഭിക്കുന്നു. ബിഡിംഗിലൂടെ ലഭിക്കുന്ന ഷെയർ ബിറ്റുകൾ നിങ്ങളുടെ ഐഡിയിൽ ബിഡിംഗ് ബിറ്റ്സ് എന്ന വാലറ്റിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. ഒരു ബിഡ് അവസാനിച്ചാൽ 1,00,000 യൂണിറ്റ് ഷെയറിൽ നിന്നും ഒരു യൂണിറ്റ് ഷെയർ റിലീസാകുകയും അടുത്ത ബിഡിംഗ് സ്റ്റാർട്ടാകുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ബിഡിംഗിലൂടെ ഷെയർ ബിറ്റുകൾ ലഭിച്ചതിനു ശേഷം മറ്റൊരാൾ ബിഡിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഷെയർ ബിറ്റുകളുടെ വില വർദ്ധിക്കുന്നതാണ്. ബിഡിംഗിലൂടെയാണ് ഇവിടെ ഷെയറിന്റെ വില വർദ്ധിക്കുന്നത്. ബിഡ് പോയിന്റിലൂടെ കമ്പനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 50% തുക നിലവിൽ റിലീസായിട്ടുള്ള ഷെയർ ബിറ്റുകളിലേക്കും ബാക്കി 50% തുക ബിഡ് അവസാനിക്കുമ്പോൾ റിലീസാകുന്ന ഷെയർ ബിറ്റുകളിലേക്കുമാണ് വീതിക്കുക. ഇതനുസരിച്ച് ഒരു ബിഡ് അവസാനിക്കുമ്പോൾ നിലവിൽ റിലീസായിട്ടുള്ള ഓരോ ഷെയർ ബിറ്റുകളുടെ മേൽ 1 രൂപയുടെയും 100 ഷെയർ ബിറ്റുകളുടെ മേൽ 100 രൂപയുടെയും വാല്യൂ വർധനവ് വരുന്നതാണ്. അതായത് ഒരു ബിഡ് അവസാനിക്കുമ്പോൾ നിലവിൽ റിലീസായിട്ടുള്ള യൂണിറ്റ് ഷെയറുകളുടെ മേൽ 100 രൂപയുടെ വാല്യൂ വർധനവ് സംഭവിക്കുന്നതാണ്. ഇത്തരത്തിൽ 10 ബിഡ് ക്ലോസ് ആകുമ്പോൾ ഒരു യൂണിറ്റ് ഷെയറിന്റെ വില 1000 രൂപയും, 1000 ബിഡ് ക്ലോസ് ആകുമ്പോൾ ഒരു യൂണിറ്റ് ഷെയറിന്റെ വില 1,00,000വും,
1,00,000 ബിഡ് ക്ലോസ് ആകുമ്പോൾ 1 യൂണിറ്റ് ഷെയറിന്റെ വില 1 കോടി രൂപയും ആയിട്ടുണ്ടാകും. ബിഡിങ്ങിലൂടെ ഷെയർ ബിറ്റുകൾക്ക് കൂടുന്ന വില ഒരിക്കലും കുറയുകയില്ല. ഇത് ഗ്രാസ് ഹോപ്പർ എന്ന ഈ ബിറ്റ് കോയിനിന്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം ബിഡ് നടക്കുമ്പോൾ മാത്രമാണ് ഷെയർ ബിറ്റുകളുടെ വില കൂടുന്നത്. ബിഡ് നടക്കുമ്പോൾ കമ്പനിക്ക് ബിഡ് പോയിന്റിലൂടെ വരുമാനം വരുന്നുണ്ട്. അതായത് ബിഡ് പോയിന്റിലൂടെ കമ്പനിക്ക് വരുമാനം ലഭിക്കുമ്പോൾ മാത്രമാണ് ഷെയർ ബിറ്റുകളുടെ വില വർദ്ധിക്കുന്നത് എന്നർത്ഥം. ഇന്ന് ആരും തന്നെ ബിഡിങ്ങിൽ പങ്കെടുത്തില്ല എന്ന് കരുതുക. അപ്പോൾ അന്നത്തെ ഷെയർ ബിറ്റുകളുടെ വില കുറയാതെ അതേ നിലയിൽ നിലനിൽക്കുകയും പിന്നീട് എപ്പോഴാണോ ബിഡ് നടക്കുന്നത് അപ്പോൾ ഷെയർ ബിറ്റുകളുടെ വില ആ റേറ്റിൽ നിന്നും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ ബിഡിങ്ങിലൂടെ നിങ്ങളുടെ ഷെയർ കാർഡിൽ 100 ബിറ്റ്സ് അഥവാ 1 യൂണിറ്റ് ഷെയർ നേടുകയും 1,00,000 ബിറ്റ് ക്ലോസ് ആകുന്നതുവരെ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കുമാകാം നാളത്തെ കോടീശ്വരൻ.